ഹായ് ഓൾ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയിലുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്റ്റിലുള്ള സെക്ഷൻ ചാപ്റ്റേഴ്സും സെക്ഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. അതിൽ ഡെഫിനിഷൻ, മൂന്നാമത്തെ സെക്ഷനിൽ വരുന്ന ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയിലുള്ള 4 മുതൽ 17 വരെയുള്ള സെക്ഷൻസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നാലാമത്തെ ചാപ്റ്ററിലുള്ള സെക്ഷൻസാണ് ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. നാലാമത്തെ ചാപ്റ്ററാണ് ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഇതിൽ 19 മുതൽ 24 വരെ വരുന്ന ഒരു 6 സെക്ഷൻസാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് ഈ 6 സെക്ഷൻ? 19ാമത്തെ സെക്ഷൻ എന്നാണ് യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ്. 20ാമത്തെ സെക്ഷൻസ് കണ്ടാമിനൻസ്, നാച്ചുറലി ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസ് ആൻഡ് ഹെവി മെറ്റൽസ്. 21ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ്സ്, വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ്, ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ്, മൈക്രോബയോളജിക്കൽ കൗണ്ട്സ്. 22ാമത്തെ സെക്ഷൻ എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ്, ഓർഗാനിക് ഫുഡ്സ്, ഫങ്ഷണൽ ഫുഡ്സ്, പ്രൊപ്രൈറ്ററി ഫുഡ്സ് എക്സെട്ര. 23ാമത്തെ സെക്ഷൻ എന്താണ്? പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഫുഡ്സ്. 24ാമത്തെ സെക്ഷൻ എന്താണ്? റെസ്ട്രിക്ഷൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊഹിബിഷൻസ് ആസ് ടു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ലേ. അങ്ങനെ 6 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ്, അതായത് സെക്ഷൻ 19 യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ് ആണ്. എന്താണ് ഈ സെക്ഷൻ 19? യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ് ആണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു ഫുഡ്, ഇപ്പോൾ ഫുഡ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഈ ഫുഡിൻ്റെ ലോയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെ റെഗുലേഷൻസിൽ പറഞ്ഞിരിക്കുന്ന അഡിറ്റീവ് അല്ലാത്തതോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് എയ്ഡോ അല്ലാത്ത ഒരു സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നോ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഷാൾ കണ്ടെയ്ൻ എനി ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിംഗ് എയ്ഡ് അൺലെസ് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് റെഗുലേഷൻസ്. അതായത് ഈ ആക്ടിൻ്റെ റെഗുലേഷൻസിലും വരുന്ന ഫുഡ് അഡിറ്റീവോ പ്രോസസ്സിങ്ങോ എയ്ഡോ അല്ലാത്ത ഒരു സാധനവും നമ്മൾ ഫുഡിൻ്റെ ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. 19ാമത്തെ സെക്ഷനിലാണ് ഫുഡ് അഡിറ്റീവിനെയും പ്രോസസ്സിങ് എയ്ഡിനെയും പറ്റി പറയുന്നത്. നെക്സ്റ്റ് വൺ 20ാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്? കണ്ടാമിനൻസ്, നാച്ചുറൽ ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസസ്, ഹെവി മെറ്റൽസ് ആണ്. ഇതിലും പറയുന്നത് എന്താണ്? ഈ ഫുഡിൽ ഉണ്ടാവാൻ പാടില്ല, ഫുഡ് അഡിറ്റീവും പ്രോസസ്സിംഗ് ആയിട്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ഇതിന് 20ാമത്തെ സെക്ഷനിൽ എന്നാൽ ഫുഡിൽ ഉണ്ടാവാൻ പാടില്ല. നോ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഷാൾ കണ്ടെയ്ൻ എനി കണ്ടാമിനൻ്റ്. ഒരു ഫുഡും ഇത് ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെ? കണ്ടാമിനൻ്റ് ഉണ്ടാവാൻ പാടില്ല, നാച്ചുറലി ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ടോക്സിൻസ് ഉണ്ടാവാൻ പാടില്ല, ഹോർമോൺസ് ഉണ്ടാവാൻ പാടില്ല, ഹെവി മെറ്റൽസ് ഇൻ എക്സസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ അല്ലേ? അതായത് ഇപ്പോൾ ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ ചില ഫുഡ്, പിന്നെ നാച്ചുറലി ഉണ്ടാകുന്ന കുറേ ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ട്. എന്തിൽ? നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഏത് ഫുഡിൽ തിന്നുന്ന സമയം അതിലുണ്ടാവും. പക്ഷേ ആ ടോക്സിക് സബ്സ്റ്റൻസസ് പോലും, അതായത് നമ്മൾ ആഡ് ചെയ്യുന്നതല്ല, നാച്ചുറലി ഉള്ളതാണെന്ന് ഓർക്കണം. അതുപോലും ഈ ആക്ട് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിലല്ലാത്തതൊന്നും എന്തിലുണ്ടാകാൻ പാടില്ല? നമ്മുടെ ഫുഡിൽ ഉണ്ടാവാൻ പാടില്ല. മീൻസ് വിൽക്കുന്ന ഫുഡിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് പറയുന്നത്. നോ കണ്ടാമിനൻസ്, നാച്ചുറൽ ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസസ്, ഹെവി മെറ്റൽസ്, ടോക്സിൻസ്, ഹോർമോൺസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആക്ട് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞതുപോലെ അല്ലാതെ ഇതിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി അടുത്ത സെക്ഷൻ 21. സെക്ഷൻ 21 എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ്സ്, വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ്, ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ്, മൈക്രോബയോളജിക്കൽ കൗണ്ട്. എന്തൊക്കെയാണ്? പെസ്റ്റിസൈഡ്സ്, വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ്, ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താണ്? പെസ്റ്റിസൈഡ്സ് എന്താ? നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്യും കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലേ, അടിച്ചു കൊടുക്കും. വെറ്റിനറി ഡ്രഗ്സ് എന്താണ്? ഈ ആനിമൽസിനൊക്കെ നമ്മൾ അസുഖം വന്നാൽ മരുന്ന് കൊടുക്കും. ആൻറ്റിബയോട്ടിക് റെസിഡൻസ് എന്നാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുക്കുമല്ലോ, അത്. പിന്നെ അതുപോലെ തന്നെ മൈക്രോബയോളജി കൗണ്ട്സ്. ഇതിനെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 21. ഇതിൽ പറയുന്നതാണ് ഈ ഒരൊറ്റ ഫുഡ് ആർട്ടിക്കിൾ ഓഫ് ഫുഡിലും എന്തുണ്ടാവാൻ പാടില്ല? ഈ ലോയിൽ പറയുന്ന ഒരു ടോളറൻസ് ലിമിറ്റ് ഉണ്ട്. ഇത്ര പെസ്റ്റിസൈഡ്സിൻ്റെ ലിമിറ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ ഇത്ര ഡ്രഗ് റെസിഡ്യൂ ഉണ്ടെങ്കിൽ ലിമിറ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ ഇത്ര ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ ലിമിറ്റ്, ഒരു ടോളറൻസ് ലിമിറ്റ് എന്നാണ് പറയുക അതിന്. അത് ഉണ്ടെങ്കിൽ ഓക്കെ ആണെന്നൊരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലാണെങ്കിൽ ആ ഫുഡ് നമുക്ക് വിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളൊരു ടോളറൻസ് ലിമിറ്റിൽ കൂടുതലുള്ള ഒരു സാധനങ്ങളും ഫുഡിൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് പറയുന്നത്. അപ്പോൾ 19ാമത്തെ സെക്ഷനിൽ എന്താണ്? അഡിറ്റീവും പ്രോസസ്സിംഗ് എയ്ഡും. 20ാമത്തെ സെക്ഷനിൽ എന്താണ്? കണ്ടാമിനൻസും, നാച്ചുറലി ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസും, ഹെവി മെറ്റൽസും. 21 എന്താ പറയുന്നത്? പെസ്റ്റിസൈഡ്സ്, വെറ്റിനറി ഡ്രഗ്, ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസും, മൈക്രോബയോളജിക്കൽ കൗണ്ടും. ഇത്രയും കാര്യങ്ങളാണ് 20, 19, 20, 21 പറയുന്നത്. ഇനി 22
ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്, ഓർഗാനിക് ഫുഡ്, ഫങ്ഷണൽ ഫുഡ്, പ്രൊപ്രൈറ്ററി ഫുഡ് എക്സെട്ര. ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്താ? ഇപ്പോൾ ജനറ്റിക്കലി മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ള പ്ലാന്റ്സും സീഡൊക്കെ വന്ന് ആ സീഡിൽ നിന്നുണ്ടാകുന്ന ഫുഡാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ഓർഗാനിക് ഫുഡ് എന്താ? ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ചുറ്റളവിൽ നമ്മൾ എന്താ പറയുക, ഈ നാച്ചുറലായ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഫാം ചെയ്യുന്ന സാധനമാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഓർഗാനിക് ഫാം നമ്മൾ വീട്ടിൽ ഇപ്പോൾ നമ്മൾ വളമൊന്നും ഉപയോഗിക്കില്ല, അത് ഓർഗാനിക് ഫാമാണ് നമ്മൾ കരുതുന്നുണ്ടല്ല, അങ്ങനെയല്ല അത്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ആണെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടവും ഒരു 3 കിലോമീറ്ററോളം എന്തുണ്ടാകാൻ പാടില്ല, പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അവിടെ യൂസ് ചെയ്താലും അവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ വെള്ളത്തിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ മണ്ണിലൊക്കെ എന്തുണ്ടാവാം, ഈ ഹാംഫുള്ളായ കെമിക്കൽസ് വരാം നമ്മുടെ മണ്ണിൽ. അപ്പോൾ ഓർഗാനിക് ഫുഡ് ചെയ്യുന്നതിൽ ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഫങ്ഷണൽ ഫുഡ്, ഓരോ ഫങ്ഷണൽ ചെയ്യാം. ഇപ്പോൾ പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഇങ്ങനെ കുറേ ഫുഡുകളുണ്ട് അല്ലേ. അതായത് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആണ്, നമ്മൾ ഈ തൈരൊക്കെ പോലത്തെ ഫുഡ്. പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മൈക്രോ ഓർഗാനിസത്തിനുള്ള ഫുഡ്, ഒളിഗോസാക്രൈഡ്സ് ഒക്കെ വരുന്ന ഫുഡുകൾ, ഇങ്ങനത്തെ പല ഫുഡുകളും വരുന്നുണ്ട്. ഈ ഫുഡുകളുടെ കാര്യങ്ങൾ. പിന്നെ പ്രൊപ്രൈറ്ററി ഫുഡ് എന്ന് പറയുന്നത് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന ഫുഡാണ്. അതായത് ഈ ലോയിൽ ഇപ്പം കുറേ റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം ഇപ്പോൾ ഉള്ള എല്ലാ ഫുഡിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ FSSAI ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പറയാത്തൊരു ഫുഡ് പെട്ടെന്ന് വന്നു, മീൻസ് എന്തെങ്കിലും അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് പറയാത്തൊരു ഫുഡ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫുഡിനാണ് നമ്മൾ പ്രൊപ്രൈറ്ററി ഫുഡ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഫുഡുകളെ സംബന്ധിച്ചുള്ള കാര്യമാണ് സെക്ഷൻ 32 പറയുന്നത്. എന്തൊക്കെ? ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്, ഓർഗാനിക് ഫുഡ്, ഫങ്ഷണൽ ഫുഡ്, പ്രൊപ്രൈറ്ററി ഫുഡ്, ഇതുപോലത്തെ ഫുഡൊക്കെ. നോ പേഴ്സൺ ഷാൾ മാനുഫാക്ചർ, distribute, sell or import any novel food, genetically modified food, irradiated food, organic food, foods for special dietary uses, functional food, nutraceuticals, health supplements, proprietary food and such other articles. അപ്പോൾ ഒരാളും ഈ ആക്ടിൽ പറയുന്ന പോലെയല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളുകളും ഈ ഫുഡ് ഇതെന്ന പേരിൽ ആ ഫുഡ് എന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ പാടില്ല. അതായത് ഏതെങ്കിലും ഒരാളിപ്പോൾ പുതിയതായിട്ട് ഒരു വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് വളമൊന്നും ഉപയോഗിക്കാതെ അയാളൊരു ഫുഡ് മീൻസ് ഒരു വെജിറ്റബിളോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടാക്കി അത് വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഓർഗാനിക് ഇതിൻ്റെതാണെന്നും പറഞ്ഞാൽ അയാൾക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ഓർഗാനിക് ഫാമിംഗ് ചെയ്യാനുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ ചെയ്താലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഇതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടല്ലാതെ ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഇന്ന ഫുഡാണ് ഇത് എന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ പറ്റൂല. വിൽക്കാൻ മാത്രമല്ല അയാൾക്ക് അത് വിൽക്കാനേ പറ്റൂല. ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡാന്നോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഫുഡാന്നോ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ഫുഡാണെന്നുള്ള പേരിൽ വിൽക്കാൻ പറ്റൂല. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഫുഡാണ് സെക്ഷൻ 23. No person shall manufacture, distribute or sell or expose for sale or dispatch or deliver to any agent or broker for the purpose of sale any packaged food products which are not marked and labeled in the manner as may be specified by the regulations. അതായത് ഈ ഒരു പാക്കേജിങ്ങിന് റൂൾസ് ഉണ്ട്. നമ്മളിപ്പോൾ പാക്കേജിങ് ചെയ്യുന്ന സമയത്ത് ഓരോ ഫുഡ് ഇന്ന പാക്കേജിങ്ങിൽ ചെയ്യണം. അതുപോലെ എല്ലാത്തിൻ്റെ ലേബലിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ലേബലിങ്ങും പാക്കേജിങ്ങും ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് ലോയിൽ പറയുന്ന സ്പെസിഫിക്കേഷൻസിലല്ലാതെ ഒന്നും വിൽക്കാൻ പാടില്ല. ഓക്കെ അല്ലേ. ഇപ്പോൾ ഒരു പാക്കേജിങ് ചെയ്ത സമയത്ത് ഒരു പ്ലാസ്റ്റിക് പാക്കേജ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫുഡ് ഗ്രേഡ് ആയിരിക്കണം. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ചെയ്താൽ തന്നെ ലേബലിംഗ് ചെയ്യണം. FSSAIൻ്റെ ലൈസൻസ് നമ്പർ വേണം, അതിൽ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് വേണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധനം വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, സാധനം ഇതൊന്നും ഇല്ലെങ്കിൽ അത് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. 24ാമത് റെസ്ട്രിക്ഷൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊഹിബിഷൻ ആസ് ടു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. അതായത് നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും, ഒരു ഫുഡ് വിൽക്കാൻ പോകുമ്പോൾ പരസ്യം കൊടുക്കും അല്ലേ. ആ പരസ്യം കൊടുക്കുന്ന സമയത്ത് മിസ്ലീഡിംഗ് ആയ അഡ്വർടൈസ്മെൻറ്റ് പാടില്ല. ഇപ്പോൾ ഒരാളൊരു സാധനം വിൽക്കുകയാണ്, ഏതെങ്കിലും ഒരു ജാമോ അല്ലെങ്കിൽ ഒരു ജാമ് വിൽക്കുകയാണെങ്കിൽ ആ ജാമിൽ അയാൾ മീൻസ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേ ന്യൂട്രിയൻസ് ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അയാൾ എന്ത് പറയുകയാണ്, ആ ന്യൂട്രിയൻസ് ലോസ് ഒന്നും അയാൾ നോക്കാതെ തന്നെ അയാൾ പറയണ ഫുള്ളി ന്യൂട്രിയൻസ് ഉണ്ട്, ഭയങ്കര ഹെൽത്തിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേസാണ്.
എന്താണ് അത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ മിസ്ലീഡിംഗ് ആയ ഒരു അഡ്വർടൈസ്മെൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ ബ്രാൻഡ് ഒരു ഫുഡുണ്ട്, അപ്പോൾ അയാളുടെ സാധനം അയാളുടെ പേരിൽ വേറൊരാൾ വിൽക്കുക, ഫാൾസ്ലി റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു കുട്ടി ഒരു സ്റ്റാൻഡേർഡിലെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറയുക. അതുപോലെ മിസ്ലീഡിങ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക നമ്മൾ. അതുപോലെ തന്നെ പബ്ലിക് എനി ഗ്യാരണ്ടി ഗിവ്സ് ടു ദ പബ്ലിക് എനി ഗ്യാരണ്ടി ഓഫ് ദ എഫിക്കസി. അതായത് ഇത് സയൻറ്റിഫിക് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ, ഇത് ഡോക്ടർമാരെല്ലാവരും അപ്രൂവ് ചെയ്താണ് ഇത് കഴിച്ച ഇന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തതൊക്കെ പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഇങ്ങനെ ചെയ്യുന്നതിന് അൺഫെയർ ട്രേഡ് അതൊന്നും ചെയ്യാൻ പാടില്ല, ഇതാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ചാപ്റ്റർ 4 19 മുതൽ 24 സെക്ഷൻസാണ്. 19 സെക്ഷനിൽ ഫുഡ് അഡിറ്റീവും പ്രോസസ്സിങ് എയ്ഡും, 20 സെക്ഷൻസിൽ കണ്ടാമിനൻറ്റും നാച്ചുറലി ഒക്കറിങ് ടോക്സിൻസും ഹെവി മെറ്റൽസും, 24 എന്താ വരുന്നത് പെസ്റ്റിസൈഡ്സ്, വെറ്റിനറി ഡ്രഗ്സ്, ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ്, മൈക്രോബിയൽ കൗണ്ട്സ്. 23 ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്, ഓർഗാനിക് ഫുഡ്, ഫങ്ഷണൽ ഫുഡ്, പ്രൊപ്പറേറ്ററി ഫുഡ്. 22 ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡൊക്കെ, 23 പാക്കേജിങ്ങും ലേബലിങ്ങും, 24 അഡ്വർടൈസ്മെൻറ്റും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസും. ഒന്നും ഈ ഒരു 4ാമത്തെ ചാപ്റ്റർ ഇത്രയും ശ്രദ്ധിക്കുക. ഈ 6 ഹെഡിങ് പഠിക്കുക. ഹെഡിങ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി എഴുതാൻ പറ്റും. ഈ 6 ഹെഡിങ്ങിലുള്ള കാര്യങ്ങളും ഈ ലോയിൽ പറയുന്ന സ്പെസിഫിക്കേഷൻസിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ 6 സെക്ഷൻസിലും പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഈ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ വേറൊരു സെക്ഷനാണ്, പിന്നെ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കാനില്ല. അതിൽ പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇതിലിനി 8ാമത്തെ ചാപ്റ്ററിലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ ആക്ട് എന്ന് പറയുന്നുണ്ട്. 8ാമത്തെ ചാപ്റ്ററിലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ ആക്ടിൽ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ ആക്ടിൽ പറയുന്ന ഒറ്റ സെക്ഷനെ നമുക്ക് പഠിക്കാനുള്ളൂ. ആ സെക്ഷനാണ് പ്രൊഹിബിഷൻ ഓർഡർ. സെക്ഷൻ 33 പ്രൊഹിബിഷൻ ഓർഡർ. എന്താണ് സെക്ഷൻ 33 പ്രൊഹിബിഷൻ ഓർഡർ? അതായത് പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഹിബിറ്റ് ചെയ്യുക, നിർത്തലാക്കുക. ഇപ്പോൾ കുറേ ഹോട്ടലുകളും അങ്ങനത്തെ അങ്ങനത്തെ എന്താ പറയുക കഫേയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരിശോധിക്കാൻ വരുന്നു. കുറേ എണ്ണം പൂട്ടുന്നു, പൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ തുറക്കുന്നു, അല്ലെങ്കിൽ ചിലത് പൂട്ടിയ കാലാകാലം പൂട്ടിപ്പോകുന്നു. ഇങ്ങനത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഈ പൂട്ടാനുള്ള അല്ലെങ്കിൽ കച്ചവടം നിർത്താനുള്ള ഓർഡർ കൊടുക്കുന്നതാണ് എന്ത് പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തിനൊക്കെയാണ് നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യാം? ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹോട്ടൽ മാത്രമല്ല ആലോചിക്കേണ്ട, ഫുഡിൻ്റെ കമ്പനിയൊക്കെ ആലോചിക്കണം കേട്ടോ. ഫുഡിൻ്റെ കമ്പനി എന്തോ പ്രശ്നം കണ്ടു, കംപ്ലയിൻറ്റ് കിട്ടി, ഫുഡ് സേഫ്റ്റി ഓഫീസർ പോയി പരിശോധിച്ചപ്പോൾ പ്രശ്നം കണ്ടു. അപ്പോൾ അദ്ദേഹം ഇത് അറിയിക്കുന്നു, ഡെസിഗ്നേറ്റർ ഓഫീസർ അറിയിക്കുന്നു. അങ്ങനെ കോർട്ട് പ്രൊഹിബിഷൻ ഓർഡർ ഇറക്കുന്നു. അങ്ങനെ പ്രൊഹിബിഷൻ ഓർഡർ കോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കോടതിയാണ് പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്ന? ഫുഡ് ബിസിനസ്സിന് ആരാ പ്രൊഹിബിഷൻ ഓർഡർ കൊടുക്കുക? കോടതിയാണ് കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രൊഹിബിഷൻ ഓർഡർ കോടതി കൊടുക്കുകയാണെങ്കിൽ എന്തിനൊക്കെ പ്രൊഹിബിഷൻ കൊടുക്കും? ഒന്ന് പ്രോസസ് ഓർ ട്രീറ്റ്മെൻറ്റ്. അതായത് എന്തെങ്കിലും ഇവരിപ്പോൾ ഫുഡല്ലേ, അപ്പോൾ എന്തായാലും അത് പ്രോസസ്സ് ചെയ്യുന്നൊരു മെത്തേഡ് ഓഫ് പ്രോസസ്സ് ഉണ്ടാവില്ലേ, ആ മെത്തേഡ് ഓഫ് പ്രോസസ്സിനെ നിർത്തലാക്കുക. കാരണം ആ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഈ ഫുഡിൽ പ്രശ്നം വരുന്നത്, ഈ ഫുഡ് സേഫ്റ്റിക്ക് ബാധിക്കുന്ന ആൾക്കാർക്ക് രോഗം വരുന്നത്, ഇത് തിന്നിട്ട് ആൾക്കാർക്ക് പ്രശ്നം വരുന്നത് ആ പ്രോസസ്സ് കൊണ്ടായിരിക്കാം, അല്ലെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ആ പ്രോസസ്സിനെ പ്രൊഹിബിറ്റ് ചെയ്യാം. രണ്ടാമത്തെ എന്താണ്? യൂസ് ഓഫ് പ്രിമൈസസ് ഓർ എക്യുപ്മെൻ്റ് ആണ്. പ്രൊഹിബിഷനെ ചെയ്യുക. എന്തിൻ്റെ പ്രൊഹിബിഷൻ ചെയ്യുക? ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കുന്ന പ്രിമൈസസിനോ പ്രൊഹിബിറ്റ് ചെയ്യുക. ആ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുക. അതാണ് രണ്ടാമത്തെ പ്രൊഹിബിഷൻ. മൂന്നാമത്തത് യൂസ് ഓഫ് പ്രിമൈസസ് ഓർ എക്യുപ്മെൻറ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് എനി ഫുഡ് ബിസിനസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണെങ്കിൽ എൻ്റെ അണ്ടറിൽ 2 കമ്പനി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഒരു കമ്പനിയിലാണ് പ്രശ്നം വന്ന്, മറ്റേ കമ്പനിയിൽ പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ഈ കമ്പനിയിലുള്ള അതേ എക്യുപ്മെൻറ്റ് ഞാൻ മറ്റേ കമ്പനിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുകയാണെങ്കിൽ അപ്പോൾ കോർട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 2ഉം നിർത്തലാക്കും. ഒരു കമ്പനിയിലെ പ്രശ്നം വന്നിട്ടുള്ളൂ എങ്കിലും മറ്റേതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവിടെയും എന്ത് ചെയ്യും? കോർട്ട് പ്രൊഹിബിഷൻ ഓർഡർ വരുത്തിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എന്തിനാ പ്രൊഹിബിഷൻ ഓർഡർ വരുത്തുന്നത്? ഫുഡ് സേഫ്റ്റിക്ക്, ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽത്ത് റിസ്ക് വരികയാണെങ്കിലാണ് പ്രൊഹിബിഷൻ ഓർഡർ വരുത്തുക. കാരണങ്ങൾ എന്തിനൊക്കെ പ്രൊഹിബിഷൻ ഓർഡർ വരുത്താം? ഒന്ന് പ്രോസസ്സ്, ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തത് എക്യുപ്മെൻ്റ് ഓർ
പ്രൊമൈസസ്, ഇതേ എക്യുപ്മെൻ്റ് ഓഫ് പ്രൊമൈസസ് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്നതിനെ ആർക്ക് പ്രൊഹിബിറ്റ് ചെയ്യാം? കോടതിക്ക്. കോർട്ടാണ് പ്രൊഹിബിഷൻ ഓർഡർ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ തന്നെ പറയുന്നതാണ്, ഈ പ്രൊഹിബിഷൻ ഓർഡർ കോടതി കൊണ്ടുവന്നു, മീൻസ് പ്രൊഹിബിഷൻ ഓർഡർ കോടതി ഇറക്കി കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു കോപ്പി ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് അയച്ചു കൊടുക്കും. ഓക്കെ അല്ലേ? എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി ഫുഡ് ബിസിനസ്സിൻ്റെ ഈ ബിസിനസ് നടത്തുന്ന കമ്പനി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹോട്ടലാണെങ്കിൽ ഈ ഹോട്ടലിൽ എന്ത് ചെയ്യും? ഒട്ടിച്ചു വെക്കും, മുന്നിൽ ഒട്ടിച്ചു വെക്കും. ഇത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന സംഭവം ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്, അല്ലെ കച്ചവടം നടത്താൻ പ്രൊഹിബിറ്റഡ് ആണെന്നുള്ളത് ഒട്ടിച്ചു വെക്കും നോട്ടീസ്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഈ നോട്ടീസ് പറിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ഒട്ടിക്കാൻ സമ്മതിച്ചില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷയുണ്ട് 3 ലക്ഷം രൂപ. എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ വർക്കിനെ തടഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എത്രയാണ് ശിക്ഷ വരുന്നത്? 3 ലക്ഷം രൂപ പെനാൽറ്റി കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ കോടതി പ്രൊഹിബിഷൻ ഓർഡർ വരുത്തി. പ്രൊഹിബിഷൻ ഓർഡർ ആരെ അറിയിച്ചു? ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനെ അറിയിച്ചു. അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ എന്താണോ അവിടെ ഫുഡ് ബിസിനസ് നടത്തുന്ന സ്ഥലം, അവിടെ പോയിട്ട് അത് ഒട്ടിച്ച് വെക്കുകയും ചെയ്തു. ഒട്ടിച്ച് വെക്കാൻ സമ്മതിക്കാത്ത ഒരാളെ, അല്ലെങ്കിൽ ഇതിനെ തടഞ്ഞ ഏതെങ്കിലും വർക്കേഴ്സ് ആളുകളുണ്ടെങ്കിൽ അവർക്ക് 3 ലക്ഷം രൂപ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ത് ചെയ്യണം? പെനാൽറ്റി ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. ഇനി അടുത്തത്, പ്രൊഹിബിഷൻ ഓർഡർ വന്നു എന്ന് വെച്ചിട്ട് എല്ലാ കാലവും പൂട്ടിയെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ? പൂട്ടി ഇതാക്കോ? ഇല്ലല്ലോ, അവർ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഇത് തുറക്കണ്ടേ? എങ്ങനെയൊക്കെ പ്രൊഹിബിഷൻ ഓർഡർ നിർത്തലാക്കാം? ഫസ്റ്റ് വൺ, 7 ദിവസത്തിനുള്ളിൽ, ഇപ്പം ഒരു കോടതി പ്രൊഹിബിഷൻ ഓർഡർ വന്നു, 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ കൊടുക്കണം. ആര്? ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആപ്ലിക്കേഷൻ കൊടുക്കണം. എൻ്റെ കച്ചവടം ഇങ്ങനെയൊക്കെയാണ്, ഇതിന് പ്രൊഹിബിഷൻ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ ഗിൽറ്റി ആണെങ്കിൽ അയാൾ പറയും, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെ അതുകൊണ്ട് എനിക്കിത് നിർത്തലാക്കി തരണം എന്ന് പറഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന് തിരിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസറിൻ്റെ സമ്മതത്തോടു കൂടി എന്ത് ചെയ്യും? ആ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയും സ്വീകരിച്ച് അതിനെ എന്ത് ചെയ്യും? അതിനെ അപ്രൂവ് ചെയ്തുകൊണ്ട് 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തുകൊണ്ട് എത്ര ദിവസത്തിനുള്ള 14 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യണം? അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇത് പ്രൊഹിബിഷൻ ഓർഡർ ഇതാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവർ ഓക്കെയാന്നുള്ളത് അയച്ചു കൊടുക്കണം. ഇനി അതേസമയം ഇവർ സാറ്റിസ്ഫൈഡ് അല്ല, ഫുഡ് സേഫ്റ്റി ഓഫീസർ ചെന്ന് നോക്കുമ്പോൾ ഇവർ ഈ പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ അതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രശ്നം ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അതും എന്ത് ചെയ്യണം? ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനെ ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിക്കണം. ഇതൊക്കെ അറിയിക്കുമ്പോൾ ആരെ സമ്മതം വേണം? ഡെസിഗ്നേറ്റഡ് ഓഫീസറിൻ്റെ സമ്മതം വേണം. ഓക്കെ അല്ലേ? ഇനി ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ത് ചെയ്തു? ഇതൊക്കെ സംഭവിച്ചു, അയാൾ അതിൻ്റെ നെസസറി കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം റെഡിയായി അയാൾ കോർട്ടിന് എന്ത് ചെയ്തു? ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. എങ്ങനെ? 6 മാസത്തിനുള്ളിൽ കോടതി പോകണം. 6 മാസത്തിനുള്ളിൽ കോടതി പോയിട്ട് ഇങ്ങനെ പറയണം, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നെസസറി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല എക്യുപ്മെൻറ്റ്സ് ഒക്കെ കമ്പനിയിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ കോടതിക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഹിബിഷൻ ഓർഡറെ സീസ് ചെയ്യാം. എന്ന് വെച്ചാൽ പ്രൊഹിബിഷൻ ഓർഡറെ നിർത്തലാക്കാം. അങ്ങനെ ആർക്ക്? ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് വീണ്ടും ആ കമ്പനി നടത്തിക്കൊണ്ടുപോകാം. ഇനി ചില സമയത്ത് 6 മാസത്തിനുള്ളിൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനുള്ളൊരു ഇത് പറയാണ്, നമ്മൾ അപ്ലൈ ചെയ്യാണ്, കോടതിയോട് പറയാണ്, ഞാൻ ഇപ്പോൾ പ്രൊഹിബിഷൻ ഓർഡർ വന്നല്ലോ, പ്രൊഹിബിഷൻ ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കമ്പനിയിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ കടയിൽ എന്ത് മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടതെന്ന് ചോദിച്ചിട്ടൊരു ആപ്ലിക്കേഷൻ ആർക്ക് കൊടുക്കാം? കോടതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോടതി ഡയറക്ഷൻ കൊടുക്കും. ദ കോർട്ട് ഷാൽ ഗിവ് എ ഡയറക്ഷൻ ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. ഇപ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ പേരിൽ കോടതിക്ക് എന്ത് ചെയ്യും? ഡയറക്ഷൻസ് കൊടുക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, കമ്പനിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ മാറ്റണം എന്നൊക്കെ. പക്ഷേ കോടതി ഇത് കൊടുക്കണമെങ്കിൽ, അതായത് ഈ ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ എപ്പോൾ കൊടുക്കണം? പ്രൊഹിബിഷൻ ഓർഡർ വന്ന 6 മാസത്തിനുള്ളിൽ കോടതിയിൽ പോകണം, ഇല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കൂല. പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ കൊടുക്കണമെങ്കിൽ 6 മാസം, എപ്പോഴും 6 മാസത്തിനുള്ളിൽ കൊടുക്കണം. പിന്നത്തതെന്ന് വെച്ചാൽ ഒരു വട്ടം ആപ്ലിക്കേഷൻ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിലും കോടതി എന്ത് ചെയ്യൂല? ഡയറക്ഷൻസ് കൊടുക്കൂല. അതായത് വിത്തിൻ 3 months ആഫ്റ്റർ ദ മേക്കിംഗ് ബൈ
ഫുഡ് ബിസിനസ് ഓഫ് എ പ്രീവിയസ് ആപ്ലിക്കേഷൻ ഓഫ് സച്ച് ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, എന്നിട്ട് 3 മാസത്തിനുള്ളിൽ വീണ്ടും കൊടുത്തു, അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ആപ്ലിക്കേഷൻ കൊടുത്ത് 3 മാസം കാത്തുനിന്നിട്ട് എന്നിട്ട് നമുക്ക് ഡയറക്ഷൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതാണ് സംഭവം. അപ്പോൾ 6 മാസത്തിനുള്ളിൽ കൊടുത്താലേ, ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ 6 മാസത്തിനുള്ളിൽ കൊടുത്താലേ ഡയറക്ഷൻ തരുള്ളൂ. രണ്ടാമതൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ പ്രൊഹിബിഷൻ ഓർഡർ ഒന്നും കൂടി പറഞ്ഞിട്ട് നിർത്താം. പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഹെൽത്ത് റിസ്ക് വരികയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്നതാണ് പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നത്. എന്തൊക്കെ അതിൻ്റെ കമ്പനീൻ്റെ പ്രവർത്തനം നിർത്തലാക്കാം, അതിൻ്റെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നിർത്തലാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളും നിർത്തലാക്കാം. പ്രൊഹിബിഷൻ ഓർഡർ പിൻവലിക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ഡെസിഗ്നേറ്ററിൻ്റെ സമ്മതത്തോടുകൂടി ഫുഡ് സേഫ്റ്റി ഓഫീസറിന് എന്ത് ചെയ്യാം, ഇത് കൊടുത്താക്കാൻ പറ്റും. 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. 14 ദിവസത്തിനുള്ളിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇവർക്കൊരു മറുപടി കൊടുക്കണം. ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ 7 ദിവസത്തിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയും 14 ദിവസത്തിനുള്ളിൽ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യണം, ഇതിനൊരു മറുപടി കൊടുക്കണം. പിന്നെന്താ, ഫുഡ് സേഫ്റ്റി ഓഫീസർ അഥവാ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിനുള്ള കാരണവും പറയണം. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഈ പ്രൊഹിബിഷൻ ഓർഡർ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററെ അറിയിക്കണം. അറിയിച്ചതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി എവിടെയാണോ ഇൻഡസ്ട്രിയിലെ കടയാണെങ്കിൽ കടയിൽ അഫിക്സ് ചെയ്യണം. അത് അഫിക്സ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ 3 ലക്ഷം രൂപ പിഴയുണ്ടാവും. പിന്നെന്താണ്, 6 മാസത്തിനുള്ളിൽ നമ്മൾ കോടതിയിൽ പോകണം. എന്നിട്ട് നമ്മൾ നെസറി അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തെന്നുള്ള അവർക്ക് കാണിക്കണം. അവർക്ക് കാണിച്ചതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, നമ്മളുടെ ഈ പ്രൊഹിബിഷൻ ഓർഡർ സീസ് ചെയ്യുള്ളൂ. പിന്നെ കോടതി എന്ത് തരും, ഡയറക്ഷൻ തരും. ഡയറക്ഷൻ തരുന്ന എന്തിൻ്റെ ബേസിലാണ്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്. പക്ഷേ ഡയറക്ഷൻ തരുന്നതും എന്തുണ്ട്, 6 മാസത്തിനുള്ളിൽ കോടതി പോയാൽ മാത്രമേ ഡയറക്ഷൻ തരുള്ളൂ. അഥവാ ആദ്യം ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു 3 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്യരുത്. അങ്ങനെയാണെങ്കിലും കോടതി എന്ത് ചെയ്യില്ല, ഡയറക്ഷൻ തരില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇന്ന് 4ാമത്തെ ചാപ്റ്റർ പഠിച്ചു, 19 മുതൽ 24ാമത്തെ സെക്ഷൻ വരെ. പിന്നെ പഠിച്ച 7ാമത്തെ ചാപ്റ്ററിൽ 33ാമത്തെ ഒറ്റ സെക്ഷൻ, പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറഞ്ഞ ഒരൊറ്റ സെക്ഷൻ കേട്ടോ. സോ താങ്ക് യു.